മറ്റൊരു മിടുക്കിയാണ്. ഈ കുട്ടിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ കലോത്സവം ഇത് വലിയൊരു ഉത്സവമാണ്. നിരവധി ആളുകൾ ഇങ്ങനെ വരുന്നു, പ്രതിഭകൾ വരുന്നു, പ്രതിഭാസങ്ങളാണ് എല്ലാവരും. ഓക്കെ, മോളുടെ പേരെന്താ? എൻ്റെ പേര് ദേവാംഗി. ദേവാംഗി ദേവാംഗി എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നായിരുന്നു. സ്കൂളിന്റെ പേര്? പെർളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ എന്തിനൊക്കെ മത്സരിച്ചത്? ഞാനിവിടെ സംഘഗാനം, സംസ്കൃതം ഗാനാലാപനം, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം. ഓക്കെ, എല്ലാത്തും പാട്ടുകാരാണ് നമുക്ക് രാവിലെ തന്നെ ഉള്ളത്. ആ ഒരു പാട്ട് കേൾക്കുന്നതിന്റെ ഒരു രസവും കൂടി ഉണ്ട്. ഇന്ന് ഐറ്റം ഉണ്ട്. ഇന്ന് ഇനി എനിക്ക് കഥകളി സംഗീതമുണ്ട്. കഥകളി സംഗീതം. ഇന്ന് കഥകളി സംഗീതമുണ്ട്. മത്സരിച്ച ഐറ്റംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആ, 2 ഐറ്റത്തിന് എ ആണ്. 2 ഐറ്റത്തിന് എ ഗ്രേഡോട് കൂടിയാണ് ഇവിടെ പോകുന്നത്. മാത്രമല്ല, അത് തീരുന്നില്ല. ഇന്ന് ഒരു ഐറ്റം കൂടി ബാക്കിയുണ്ട്. മോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാവോ? എന്താ ചെയ്യാം? ഗാനാലാപനം. മുരളീ മാധവ മധുരാനാഥ പാഹി പ്രഭോ സതതം. മുരളീ മാധവ മധുരാനാഥ പാഹി പ്രഭോ സതതം. അനുസരതി ത്വാം രാധികാ മുഗ്ധപ്രണയിനി തവ രാധികാ. അനുസരതി ത്വാം രാധികാ മുഗ്ധപ്രണയിനി തവ രാധികാ. മുരളീ മാധവ മധുരാനാഥ പാഹി പ്രഭോ സതതം. അടിപൊളി, നല്ല ശബ്ദം. അതാണ് ഇതിൽ ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നല്ല ശബ്ദം, തുറന്ന ശബ്ദം. പിന്നെ ഇത് എഴുതിയത് എൻ്റെ സ്കൂളിലെ സംസ്കൃതത്തിൻ്റെ ലെതർ ടീച്ചറാണ്. പിന്നെ ഇതിന് സംഗീതം കൊടുത്തത് എൻ്റെ സ്കൂളിൽ പഠിച്ച എന്നെ ഒരു ഏച്ചീൻ്റെ അച്ഛനാണ്, ആഡൂർ ബാലു എന്ന് പറഞ്ഞ ആ മാഷാണ് ഇത് സംഗീതം ചെയ്തത്. പിന്നെ എനിക്കിത് പഠിപ്പിച്ചെന്നത് ബീന ടീച്ചറാണ്. ഓക്കെ, ഒരു കുട്ടി ഇവിടെ വരുമ്പോൾ അതിന് പുറകിൽ എത്ര ആൾക്കാരുടെ പ്രയത്നമുണ്ട് എന്നതാണ്. അത് ഈ ഇവിടെ നിൽക്കുന്ന ആള് മാത്രമല്ല പ്രതിഭ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവരെ ഇവിടെ എത്തിക്കുന്ന എല്ലാ ആളുകളും പ്രതിഭകളാണ്. അങ്ങനെ ഒരാള് വേദിയിൽ കയറുമ്പോഴും ആ പിന്നിൽ പ്രവർത്തിക്കുന്ന അത്രയധികം പ്രതിഭകളുടെ കഷ്ടപ്പാടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഏതായിരുന്നു? കഥകളി സംഗീതം. ഇന്ന് കഥകളി സംഗീതത്തിലാണ് മോള് മത്സരിക്കുന്നത്. മാത്രമല്ല 8ാം ക്ലാസ്സുകാരിയാണ്. ഇനി കിടക്കുകയാണ് ഇങ്ങനെ കലോത്സവങ്ങൾ. അതായത് ഹൈസ്കൂള് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. 9, 10, +1, +2. അപ്പോഴേക്കും അടിപൊളിയായിട്ട് വരട്ടെ. കൊച്ചുമോളാണ്. ശരി, എന്തായാലും വളരെ നന്ദി കേരള വിഷനൊപ്പം ചേർന്നത്. എന്തായാലും വളരെ സംഗീത സാന്ദ്രമായ ഒരു പ്രഭാതമാണ് എനിക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്നത്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.